ജംഗിൾ ബുക്ക് ഭാഗം 3. ശക്തിയും കൗശലവും കൊണ്ട് സംഘത്തെ നയിച്ചിരുന്ന അകേല എന്നു പേരുള്ള ചാരനിറക്കാരൻ ഭീമാകാരനായ ചെന്നായ തൻ്റെ പാറപ്പുറത്ത് നീണ്ടു നിവർന്നു കിടന്നു. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള 40ഓളം ചെന്നായ്ക്കൾ താഴെ കുത്തിയിരുന്നു. ഒറ്റയ്ക്ക് ഒരു മാനിനെ വീഴ്ത്താൻ കെൽപ്പുള്ള നീർനായയുടെ നീളത്തിലുള്ള 30 മുതൽ അതിന് കഴിവുണ്ടെന്ന് സ്വയം കരുതുന്ന 3 വയസ്സുകാരും കറുപ്പന്മാരുമായ ഇളം തലമുറക്കാർ വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. അകേല അവരുടെ നേതാവായിട്ട് 1 വർഷം തികയുന്നു. ചെറുപ്പത്തിൽ 2 തവണ അവൻ കെണിയിലകപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം മനുഷ്യർ പിടികൂടി തല്ലിച്ചതച്ച് മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയി. ഇക്കാരണത്താൽ മനുഷ്യരുടെ ശീലവും പെരുമാറ്റവും അവന് നന്നായി അറിയാം. യോഗസ്ഥലത്ത് വർത്തമാനം തീരെ കുറവായിരുന്നു. അച്ഛനമ്മമാർ വട്ടമിട്ടിരുന്നതിനിടയ്ക്ക് കുട്ടികൾ അന്യോന്യം കെട്ടിമറിഞ്ഞ് കളിച്ചു. ഇടയ്ക്ക് ഒരു മുതിർന്ന ചെന്നായ ശബ്ദമുണ്ടാക്കാതെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് സ്വസ്ഥാനത്ത് വന്നിരിക്കും. ചിലപ്പോൾ ഒരാൾ തൻ്റെ കുട്ടിയെ നല്ല നിലാവുള്ളിടത്തേക്ക് നീക്കി നിർത്തും. അതിനെ മറ്റുള്ളവർ കാണാതെ പോകരുതല്ലോ. അകലെ പാറപ്പുറത്ത് കിടന്ന് വിളിച്ചു പറയും, നിങ്ങൾക്ക് നിയമം അറിയാമല്ലോ എൻ്റെ ചെന്നായ്ക്കളെ, ശരിക്ക് കണ്ടോളൂ, ശരിക്ക് കണ്ടോളൂ. അമ്മമാർ ഉത്കണ്ഠയോടെ അത് ഏറ്റുപറയും, ശരിക്ക് കണ്ടോളൂ, ശരിക്ക് കണ്ടോളൂ. ഒടുവിൽ തങ്ങളുടെ ഊഴമായപ്പോൾ അമ്മ ചെന്നായയുടെ കഴുത്തിലെ രോമങ്ങൾ എഴുന്നു നിന്നു. അച്ഛൻ ചെന്നായ മൗഗ്ലി എന്ന ചിന്നത്തവളയെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തി. അവൻ അവിടെ ഇരുന്ന് നിലാവെളിച്ചത്തിൽ തിളങ്ങിയിരുന്ന ചരൽ കല്ലുകൾ പെറുക്കി കളിക്കാൻ തുടങ്ങി. അകേലയാകട്ടെ മുൻകാലുകളിൽ നിന്ന് തലയുയർത്താതെ കിടന്ന കിടപ്പിൽ കണ്ടോളൂ കണ്ടോളൂ എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. പാറക്കെട്ടുകളുടെ പിന്നിൽ നിന്ന് അപ്പോൾ ഒരു മുരൾച്ച കേട്ടു. ഷേർഖാൻ വിളിച്ചു പറഞ്ഞു, ആ കുട്ടി എൻ്റേതാണ്, അവനെ എനിക്ക് തരൂ. സ്വതന്ത്ര ജീവികളായ നിങ്ങൾക്കെന്തിന് മനുഷ്യക്കുട്ടി? അകേല ഷേർഖാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ വീണ്ടും പറഞ്ഞു, ശരിക്ക് കണ്ടോളൂ എൻ്റെ ചെന്നായ്ക്കളെ, സ്വതന്ത്ര ജനതയല്ലാത്തവൻ പറയുന്നത് സ്വതന്ത്ര ജനതയായ നാം ചെവിക്കൊള്ളുന്നത് എന്തിനാണ്? ശരിക്കും കണ്ടോളൂ. അകേല വിളിച്ചു പറഞ്ഞു. ആ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ട് ഒരേ സ്വരത്തിൽ കൂട്ടത്തോടെ മോങ്ങൽ ഉയർന്നു കേട്ടു. അതിനിടയിൽ 4 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെന്നായ ഷേർഖാന്റെ ചോദ്യം ആവർത്തിച്ചു, സ്വതന്ത്ര ജീവികളായ നമുക്കെന്തിനാണ് ഈ മനുഷ്യക്കുട്ടി? ഒരു പുതിയ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അതിൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ 2 പേരുടെ പിന്തുണയുണ്ടെങ്കിലേ കുട്ടിയെ സംഘത്തിൽ ചേർക്കാൻ പാടുള്ളൂ എന്നതാണ് കാട്ടിലെ നിയമം. ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അകേല വിളിച്ചു ചോദിച്ചു. സ്വതന്ത്ര ജീവികളിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, അകേല വീണ്ടും പറഞ്ഞു. പക്ഷേ ആരും മറുപടി പറഞ്ഞില്ല. വേണ്ടി വന്നാൽ ഒരു പോരാട്ടത്തിന് തന്നെ സന്നദ്ധയായി അമ്മ ചെന്നായ തയ്യാറെടുത്തു. ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ സാധ്യമല്ലെന്നറിയാം. എന്നാലും മൗഗ്ലിയെ ഉപേക്ഷിക്കാൻ വയ്യ. വേണ്ടി വന്നാൽ മൗഗ്ലിക്ക് വേണ്ടി മരിക്കാനും അവൾ തയ്യാറായി. അപ്പോൾ ബാലു പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്നു. ആ സംഘത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ള ചെന്നായല്ലാത്ത ഒരേ ഒരു മൃഗമാണ് ബാലു എന്ന ചെമ്പൻ കരടി. സദാസമയം ഉറക്കം തൂങ്ങിയതുപോലെ നടക്കുന്ന ബാലുവാണ് ചെന്നായ്ക്കുട്ടികളെ കാട്ടിലെ നിയമം പഠിപ്പിക്കുന്നത്. കായ്കനികളും കിഴങ്ങും തേനും മാത്രം ഭക്ഷിക്കുന്ന വയസ്സൻ ബാലുവിന് എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. മെല്ലെ അമറിക്കൊണ്ട് ബാലു പറഞ്ഞു, ഈ മനുഷ്യക്കുട്ടിയുടെ കാര്യമല്ലേ ചോദിക്കുന്നത്? ഈ മനുഷ്യക്കുട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. ഞാനൊരു വാഗ്മിയല്ല, എങ്കിലും പറയുന്നത് സത്യമാണ്. ഇവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചോട്ടെ, ഞാൻ തന്നെ ഇവനെ പഠിപ്പിക്കാം. ഇനി ഒരാൾ കൂടി, അകേല വിളിച്ചു പറഞ്ഞു. ബാലു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധ്യാപകനാണ്, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരുണ്ട് ഈ മനുഷ്യക്കുട്ടിയെ പിന്താങ്ങാൻ? അപ്പോൾ ഒരു കറുത്ത നിഴൽ അവരുടെ മധ്യത്തിൽ വന്നു വീണു. കറുത്ത പുള്ളിപ്പുലി ബഗീരയായിരുന്നു അത്. അവൻ്റെ നിറം മഷിക്കറുപ്പാണ്. വെളിച്ചം തട്ടുമ്പോൾ നനഞ്ഞ പട്ടുപോലെ ഉടലിലെ പുള്ളികൾ തിളങ്ങും. അവിടെയുള്ള എല്ലാവർക്കും സുപരിചിതനാണ് ബഗീര. ആരും അവനോട് എതിരിടാറില്ല. കാരണം കുറുക്കൻ തബാക്കിയുടെ കൗശലവും കാട്ടുപോത്തിന്റെ ധൈര്യവും മുറിവേറ്റ ആനയുടെ ശൗര്യവും അവനുണ്ട്. പക്ഷേ അവൻ്റെ ശബ്ദം തേൻ പോലെ മധുരമാണ്. അവൻ്റെ പുറം പഞ്ഞി പോലെ മൃദുലമാണ്. അല്ലയോ അകേല, സ്വതന്ത്ര ജീവികളെ, ബഗീര മുരണ്ടു.
നിങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം. എങ്കിലും പുതിയ ഒരു കുട്ടിയെ സംബന്ധിച്ച കാട്ടിലെ നിയമം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിനെ കൊന്നേ തീരൂ എന്നില്ലെങ്കിൽ അതിൻ്റെ ജീവൻ വില കൊടുത്ത് വാങ്ങാമെന്നാണ് നിയമം. ആരാണ് വില കൊടുക്കേണ്ടതെന്നും നിയമം അനുശാസിക്കുന്നില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ്, ശരിയാണ്, ഒരിക്കലും വിശപ്പ് വിട്ടുമാറാത്ത ചെറുപ്പക്കാരായ ചെന്നായ്കൾ കൂട്ടത്തോടെ പറഞ്ഞു. ബഗീര പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ കുട്ടിയെ വില കൊടുത്ത് വാങ്ങാം, അതാണ് നിയമം. എനിക്കിവിടെ അഭിപ്രായം പറയാൻ അവകാശമില്ല. സദസ്സ് സമ്മതിക്കുകയാണെങ്കിൽ പറയാം. ബഗീര വീണ്ടും പറഞ്ഞു. പറഞ്ഞോളൂ. 10-20 ചെന്നായ്കൾ ഒന്നിച്ച് ഓരയിട്ടു. നഗ്നനായ ഒരു കൊച്ചുകുട്ടിയെ കൊല്ലുന്നത് നാണക്കേടാണ്. ഇവൻ വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇവനു വേണ്ടി ബാലു സംസാരിച്ചു. അതോടൊപ്പം നിയമം അനുശാസിക്കുന്നത് പോലെ ഈ മനുഷ്യക്കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ കൊന്നിട്ട അരമൈൽ അകലെ ഒരിടത്ത് കിടക്കുന്ന ഒരു തടിച്ച കാളയെ ഇവന്റെ വിലയായി ഞാൻ തന്നുകൊണ്ട് ഞാൻ വില കൊടുത്തു വാങ്ങാൻ തയ്യാറാണ്. ഈ കുട്ടിയെ നിങ്ങൾ വളർത്തണം. അതിലെന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്? ബഗീര ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. നമുക്കെന്ത് ബുദ്ധിമുട്ട്? സദസ്യർ ഒരേ സ്വരത്തിൽ വിളിച്ചുകൂവി. മഴവെള്ളത്തിൽ ഇവൻ ഒലിച്ചു പോകും, അല്ലെങ്കിൽ വെയിലേറ്റ് കരിഞ്ഞു ചാവും. ഈ കുട്ടിത്തവളയെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇവൻ നമ്മുടെ കൂട്ടത്തിൽ കൂടിക്കൊള്ളട്ടെ. ആ കാള എവിടെ ബഗീര? ഇവനെ നമുക്ക് സ്വീകരിക്കാം. അകേല നീട്ടി മോങ്ങി. ശരിക്കു കണ്ടോളൂ ചെന്നായ്ക്കളെ, ശരിക്കു കണ്ടോളൂ. മൗഗ്ലി അപ്പോഴും ചരൽ കല്ലുകൾ പെറുക്കി കളിക്കുകയായിരുന്നു. ഓരോ ചെന്നായയും തൻ്റെ അടുത്ത് വന്ന് സൂക്ഷിച്ചു നോക്കിയത് അവൻ അറിഞ്ഞില്ല. ഒടുവിൽ എല്ലാവരും കുന്നിന് താഴെ കാളയെ കൊന്നിട്ടിരുന്ന സ്ഥലത്തേക്ക് പോയി. അകേലയും ബാലുവും ബഗീരയും അച്ഛൻ ചെന്നായയും അമ്മ ചെന്നായയും മൗഗ്ലിയുടെ സ്വന്തം ചെന്നായ് കുഞ്ഞുങ്ങളും മാത്രം അവശേഷിച്ചു. മൗഗ്ലിയെ വിട്ടുകിട്ടാത്തതിൽ രോഷം പൂണ്ട ഷേർഖാൻ വീണ്ടും ഉറക്കെ അലറി. അലറി വിളിച്ചോ? താടി മീശകൾക്കിടയിൽ കൂടി ബഗീര കളിയാക്കി. നഗ്നനായ ഈ നിസാരൻ നിന്നെ കിടുകിട് വിറപ്പിക്കും. മനുഷ്യനെക്കുറിച്ച് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് നന്നായി, അകേല പറഞ്ഞു. മനുഷ്യരും അവരുടെ കുട്ടികളും ബുദ്ധിയുള്ളവരാണ്. ചിലപ്പോൾ അവരെ കൊണ്ട് പ്രയോജനമുണ്ടാകും. ആപത്തിൽ അവർ സഹായിക്കും. എന്നെന്നും സംഘത്തിന്റെ നേതാവായിരിക്കാൻ തനിക്ക് കഴിഞ്ഞെന്ന് വരില്ല, ബഗീര ഓർമ്മിപ്പിച്ചു. അകേല ഒന്നും പറഞ്ഞില്ല. അവനും അതുതന്നെയാണ് ചിന്തിച്ചിരുന്നത്. സംഘത്തലവന്റെ ശക്തി ക്ഷയിച്ച് തീരെ ദുർബലമാകുമ്പോൾ മറ്റു ചെന്നായ്ക്കൾ അവനെ കൊല്ലും. തലസ്ഥാനത്ത് വേറൊരു നേതാവ് വരും. പിൽക്കാലത്ത് അവനും കൊല്ലപ്പെടും. ഇതാണ് പതിവ്. ഇവനെ എടുത്തുകൊണ്ട് പോയിക്കോ, അകേല അച്ഛൻ ചെന്നായിയോട് പറഞ്ഞു. സ്വതന്ത്ര ജീവികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവനെ നിങ്ങൾ പഠിപ്പിക്കണം, അകേല അച്ഛൻ ചെന്നായിയെ ഓർമ്മിപ്പിച്ചു. മൗഗ്ലിയുടെ ജീവന് പകരം ഒരു കാളയെ കൊടുക്കേണ്ടി വന്നു. ബാലുവിൻ്റെ ശുപാർശയുമുണ്ടായി. അങ്ങനെയാണ് മൗഗ്ലി സിയോണിലെ ചെന്നായ് കൂട്ടത്തിൽ ചേർന്നത്. 10-11 വർഷം കഴിഞ്ഞു. മൗഗ്ലി ചെന്നായ്ക്കളോടൊത്ത് സുഖമായി ജീവിച്ചു. മൗഗ്ലി ശൈശവത്തിൽ നിന്നും ബാല്യത്തിലെത്തിയപ്പോഴേക്കും ചെന്നായ് കുഞ്ഞുങ്ങൾ വളർന്ന് വലിയവരായി. അച്ഛൻ ചെന്നായ തനിക്കറിയാവുന്ന വിദ്യകളെല്ലാം മൗഗ്ലിയെയും പഠിപ്പിച്ചു. കാട്ടിലെ ഓരോ പുൽനാമ്പും ചലിക്കുന്നതെങ്ങനെ, രാത്രിയിലെ ചൂടുകാറ്റിൻ്റെ അർത്ഥമെന്ത്, തലയ്ക്ക് മുകളിലിരുന്ന് മൂളുന്ന കൂമൻ്റെ ഉദ്ദേശമെന്ത്, മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന വാവലിൻ്റെ ചിറകടിയൊച്ചയിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്, ജലാശയത്തിൽ മീനുകൾ തുള്ളിച്ചാടുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരൻ തൻ്റെ തൊഴിൽ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നത്ര ശുഷ്കാന്തിയോടെ അച്ഛൻ ചെന്നായ മൗഗ്ലിയെയും കുഞ്ഞു ചെന്നായ്ക്കളെയും പഠിപ്പിച്ചു. പഠിക്കാത്ത സമയങ്ങളിൽ മൗഗ്ലി വെയിലത്ത് കിടന്നുറങ്ങും. വിശക്കുമ്പോൾ തീറ്റ കഴിഞ്ഞ് വീണ്ടും ഉറങ്ങും. ശരീരം വൃത്തികേടായെന്ന് തോന്നിയാലും ചൂട് അനുഭവപ്പെടുമ്പോഴും കാട്ടിലെ ജലാശയങ്ങളിൽ ഇറങ്ങി നീന്തും. തേൻ കുടിക്കാൻ കൊതിയാകുമ്പോൾ മരത്തിൽ കയറും. പച്ചമാംസത്തെ പോലെ രുചികരമാണ് തേനും അണ്ടിപ്പരിപ്പുമെന്ന് ബാലു കരടി അവന് പറഞ്ഞു കൊടുത്തിരുന്നു. ബഗീരയാണ് മരത്തിൽ കയറാൻ പഠിപ്പിച്ചത്. മരക്കൊമ്പിൽ ചുറ്റിപ്പിടിച്ചിരുന്ന് ബഗീര വിളിച്ചു പറയും, ഇങ്ങ് കയറി വാ കൊച്ചനെ. ആദ്യമൊക്കെ മൗഗ്ലി പാടുപെട്ട് ഇഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾ കുരങ്ങനെ പോലെ ശിഖരങ്ങളിൽ നിന്നും ശിഖരങ്ങളിലേക്ക് കുതിക്കാനുള്ള ധൈര്യം കിട്ടി.
സംഘം പാറപ്പുറത്ത് യോഗം ചേരുമ്പോൾ അവിടെയും അവൻ ചെല്ലും. അവിടെ വെച്ച് അവനൊരു പുതിയ കാര്യം കണ്ടുപിടിച്ചു. ഏതെങ്കിലും ഒരു ചെന്നായയെ അവൻ തുറിച്ചു നോക്കിയ ആ ചെന്നായ മുഖം തിരിച്ചു കളയും. അവന് അത് നല്ലൊരു നേരം പോക്കായി തോന്നിയതുകൊണ്ട് പലപ്പോഴും അത് ആവർത്തിച്ചു.